അന്നേരം ഇതാ ഇപ്പോൾ വെളുപ്പിനത്തെ വീഡിയോ കേട്ടോ. ഇത് നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഞാനിപ്പം നമ്മൾ കാറിൽ പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബാച്ചൂസ് വെള്ളം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെവിടെയാണ്, ഇപ്പം ഗോവയിലാണ്. ഫസ്റ്റ് ഡേ ഓഫ് ഗോവ കേട്ടോ. അത് നമ്മൾ ഇന്ന് രാവിലെ, അതായത് 2 മണിക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചു. സത്യം പറഞ്ഞാൽ 1 അവർ ലേറ്റ് ആയിരുന്നു നമ്മുടെ ട്രെയിൻ. എന്നിട്ടും 3:30 എത്തുമെന്ന് പറഞ്ഞ സാധനം നമ്മൾ 2 മണിക്ക് എത്തിച്ചായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ നമുക്കറിയാവുന്ന ഒരു റിലേറ്റീവ് അങ്കിളുടെ അവിടെ വീട്ടിൽ വന്നു. ഇപ്പം നമ്മളവിടെ ആണ്. നമ്മൾ വിചാരിച്ചു ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുത്ത് ചെറുതായിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്താൽ മതിയെന്ന്. കാരണം ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ ഏകദേശം 4 മണി 5 മണിയായി. അന്നേരം പിന്നെ നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുറേ ഇവിടെ തലവേദനക്കാരുണ്ട്. അന്നേരം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമാവും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ കിടന്ന് ഉറങ്ങി. ഇനി നമുക്ക് വൈകിട്ട് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ബീച്ചിലൊക്കെ പോകണം. നാളെയാണ് വലുതായിട്ടുള്ള എക്സ്പ്ലോർ. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഞാനിപ്പോൾ വന്ന് ഇവിടെ കിടന്ന് ഫോണിൽ കുത്തുമായിരുന്നു. ഞാനാണെങ്കിൽ 12 മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഞങ്ങൾ. അത് കഴിഞ്ഞ് 2:15 ലഞ്ച് കഴിച്ചപ്പോൾ. അന്നേരം പപ്പ ഇപ്പോൾ കഴിക്കുന്ന, അമ്മ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ആദ്യം കഴിച്ചത്. ഞാൻ 1 ദോശ കണ്ടേ കഴിച്ചുള്ളൂ. അന്നേരം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇനി അമ്മ ഇപ്പം തല കഴുകുന്നു. എനിക്കും തല കഴുകണം ഗൈസ്. മൊത്തം അഴുക്കാണ് മുടിയിൽ. പ്രത്യേകിച്ച് മുടി കൂടുതലുള്ളവർക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുറേ അഴുക്ക് വരും. അന്നേരം എനിക്ക് നല്ലോണം ഒന്ന് കഴുകണം. എന്നിട്ട് ഞാൻ ഇപ്പോഴേ കഴുകിയാൽ നമുക്ക് ബീച്ച് 4:30 ആകുമ്പോൾ പോകുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങി സെറ്റായി കിടക്കത്തില്ല. നമ്മൾ ഗോവ ബീച്ച് വൈകിട്ടാകുമ്പോൾ 4 മണി 4:30 ആകുമായിരിക്കും പോകാൻ. അന്നേരം നമുക്കിനി നേരെ ഗോവയിൽ കാണാം. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഒരുങ്ങി ഇറങ്ങും കേട്ടോ. നമ്മൾ ഒരു ഡ്രസ്സപ്പ് വിത്ത് മീ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി ദാണ്ട് അമ്മ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. പപ്പ ഫ്രണ്ടിലാട്ടോ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബീച്ച് എത്തി. ബീച്ചും 5 സ്റ്റാർ ഹോട്ടൽ ഉള്ള ഒരു സ്ഥലമാണ്. അടിപൊളിയാണ് വ്യൂ. അവിടുത്തെ സ്ഥലവും ബീച്ചായാലും എല്ലാം അടിപൊളിയാട്ടോ. നിങ്ങൾ കാണേണ്ട തന്നെയാണ്. ഞങ്ങളിപ്പോൾ സൗത്ത് ഗോവയിലാണ് നിൽക്കുന്നത്. നോർത്ത് ഗോവയിലാണ് കൂടുതൽ. അത് നാളെ ഞങ്ങൾ പോവും. അങ്ങനെ തന്നെ അമ്മയൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങളെ ഫുള്ളായിട്ട് ആ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ചുറ്റി കാണിച്ചു. അടിപൊളിയാട്ടോ. അതിന് ഫോട്ടോ കണ്ട പക്ഷേ എന്ത് അടിപൊളിയാണല്ലേ. അത് കഴിഞ്ഞിട്ട് താണ്ട് എനിക്ക് ബീച്ച് വന്നപ്പോൾ പ്രാന്തായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കായംകുളത്ത് വരെ ബീച്ചിൽ പോയിട്ട് 1 വർഷമായി. കുറേ നാളായി പോയിട്ട്. അത് കഴിഞ്ഞ് താണ്ട് ഞാനിപ്പോൾ ബീച്ച് കണ്ടപ്പോൾ ഇറങ്ങി ഓടുവാണ്. എന്നിട്ട് പോയി നിന്ന് കളിക്കുകയാണ്. പപ്പായും അമ്മയും ഷൂ വേണ്ട, അവർ വന്ന് കളിച്ചില്ല. പിന്നെ അവർക്ക് ജീൻസ് ആയിരുന്നു. ഞാൻ അന്നേരം ഷോർട്സായിട്ട് ഞാൻ കളിച്ചു. പിന്നെ കുറച്ച് വീഡിയോസ്, അത് മെയിനാണല്ലോ എന്തായാലും. അങ്ങനെ നമ്മളിതായിപ്പോൾ ഇറങ്ങുവാണ്. സ്വന്തമായിട്ട് എടുത്തോളാം ഞാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എടുത്തേട്ടോ. ഗൈസ്, ഞങ്ങളിപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലെത്തി മുടിയൊക്കെ ഒന്ന് ചീപ്പി ഇങ്ങനെ ചെയ്തപ്പോഴാണ് ആലോചിച്ചു, നിങ്ങൾക്ക് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. ഞാനിനി ഫേസൊക്കെ വാഷ് ചെയ്തും ചോളത്തിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറാൻ പോവാണ്. ഞാൻ ബീച്ചിൽ പോയി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ ഇടത്തൊക്കെ പോയെന്ന് വെച്ചാൽ ഇവിടെ ഗോവയിൽ സ്റ്റുഡിയോ ഉണ്ടെന്ന് സ്റ്റുഡിയോയിലും പോയി. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി എല്ലാം കണ്ടു അങ്ങനെയൊക്കെ. പക്ഷെ ആ ഒരു സമയത്ത് ഞാനിതെല്ലാം എടുക്കാനുള്ള എല്ലാം മറന്നുപോയി. അമ്മ എന്തെങ്കിലും എടുത്ത് കാണുമായിരുന്നു. കാരണം അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ എടുത്തില്ലെങ്കിലും അമ്മ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് അമ്മയും പപ്പയും എടുപ്പിക്കുന്നത്. അമ്മ എന്തെങ്കിലും എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സോറി. ഞാൻ ബീച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുക്കാനങ്ങ് മറന്നുപോയി കേട്ടോ. അത് നമ്മളിനി ഡ്രസ്സൊക്കെ മാറി കഴിക്കാൻ പോവാണ്. അന്നേരം എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെയാണ് സത്യത്തിൽ നമ്മൾ ഗോവ നല്ലോണം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ജസ്റ്റ് ഒരു ബീച്ചിലും ഒരു ഹോട്ടലിലും പിന്നെ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങി ചുറ്റി കണ്ടതേ ഉള്ളൂ. നാളെയാണ് യഥാർത്ഥമായിട്ട് നമ്മൾ അമ്പലങ്ങളിലും ഇവിടെയൊക്കെ ഉള്ള അമ്പലങ്ങളിലും ഒക്കെ പോകുന്നത് നാളെയാണ്. അന്നേരം നിങ്ങൾ അത് വാച്ച് ചെയ്യാൻ സ്റ്റേ ട്യൂൺ. അന്നേരം ഗൈസ്, നിങ്ങൾ ഈ കോലം കണ്ടിട്ട് എന്തുവാന്ന് വിചാരിക്കേണ്ട. ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങളെ വീഡിയോ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ. അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നവരെ ദിസ് ഈസ് പാർവണീന്ദു സൈനിങ് ഓഫ്.